നെക്സ്റ്റ് 25 ഇയേഴ്സിൽ ഈ ഒരു കൺട്രി എക്സിസ്റ്റ് ചെയ്യേ ഉണ്ടാവില്ല, കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയിട്ടുണ്ടാവും. സോ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സോ ഏകദേശം 2050 ആകുമ്പോഴത്തേക്കും ഈ ഒരു കൺട്രി തന്നെ നമ്മുടെ ഗ്ലോബൽ മാപ്പിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആകാൻ പോവുകയാണ്. സോ ദ ഫസ്റ്റ് നേഷൻ വിച്ച് ഈസ് എഫക്റ്റഡ് ബൈ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് തുവാലു. സോ തുവാലു പറഞ്ഞാൽ ഒരു ചെറിയ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ് ഇൻ സൗത്ത് പസഫിക് ഓഷ്യനിലുള്ള. അപ്പോൾ സ്മോളസ്റ്റ് കൺട്രീസിലെ പട്ടിക എടുക്കുമ്പോൾ വത്തിക്കാൻ സിറ്റി, മൊണാക്കോ, നാറോ 4th പൊസിഷനിലാണ് തുവാലു. പിന്നെ ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് സൗത്ത് പസഫിക് ഓഷ്യനിലാണ്. അവരുടെ ഏറ്റവും അടുത്ത കൺട്രീസ് ആയിട്ട് പ്രസന്റ് ആയിട്ടുള്ളത് ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡാണ്. അപ്പോൾ അവരുടെ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കൺട്രീസിനായിട്ടുള്ള ആക്സസിബിൾ വളരെ കുറവാണ്. സോ ഇനി ഇത് എങ്ങനെ 25 ഇയേഴ്സ് ഡിസപ്പിയർ ആകാൻ പോകുന്നത് നോക്കിയാലോ. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് റിയലി അഫക്റ്റിംഗ് ദ കൺട്രീസ് ലൈക്ക് തുവാലു, അതർ ഐലൻഡ് നാഷൻസ് ലൈക്ക് ലക്ഷദ്വീപ്, ആൻഡമാൻ. ഇങ്ങനത്തെ ഐലൻഡ് കൺട്രീസിനേക്കാളും കൂടുതലായിട്ടും പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ കൺട്രിയിലെ എലവേഷൻ എന്ന് പറഞ്ഞാൽ സീ ലെവലിന് വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല. ഏകദേശം 4 മീറ്റർ 3 മീറ്റർ എലവേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ദ ആഫ്റ്റർ എഫക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, ദ റൈസ് ഇൻ സീ ലെവൽ കംപ്ലീറ്റ്ലി എഫക്ട് ദാറ്റ് ഇറ്റ് വിൽ വൈപ്പ് ഔട്ട് ദെയർ എൻ്റയർ ലാൻഡ്. അപ്പോൾ കൂടുതൽ തുവാല് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഫ്ലഡ്സ് വരുന്നു. അവരുടെ ലാൻഡ്, അവരുടെ പ്രോപ്പർട്ടി, അവരുടെ ഗവൺമെൻറ് ബിൽഡിങ്സ് സീ വാട്ടർ കയറുന്നു, അതേപോലെ ഫ്ലഡ് വരുന്നു. സോ ഇതെല്ലാം ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമാണ്. ആസ് എ പാർട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് അന്റാർട്ടിക്കിലുള്ള ഐസ്ബർഗ്സും അതേപോലെ ഗ്ലേഷ്യേഴ്സും ഒക്കെ മെൽട്ടായി പോകുന്നുണ്ട്. ഒരു ആവറേജിൽ പെർ ഇയർ ഒരു 5 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ സീ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഐലൻഡ് കൺട്രീസിനാണ് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നത്. ഒരു വർഷത്തിൽ തന്നെ അവർക്കൊരു 5 to 6 8 ടൈംസ് ഒക്കെയാണ് ഫ്ലഡ് വരുന്നത്. സോ ദ ഗവൺമെൻറ് പ്രോപ്പർട്ടീസ്, പേഴ്സണൽ പ്രോപ്പർട്ടീസ്, അതേപോലെ അവിടുത്തെ ഹൗസ് ഹോൾഡ്സ് എല്ലാം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ക്രൈസിസിനെ നേരിടാൻ വേണ്ടിയിട്ട് അവർ ഗവൺമെൻറ് എടുത്തൊരു തീരുമാനമാണ് ലൈക്ക് ഒരു ട്രീറ്റി. സോ ആ ട്രീറ്റിൽ എന്താ പറയുന്നത് വെച്ചാൽ ഒരു ഓസ്ട്രേലിയ ഗവൺമെൻറ്റിനായിട്ട് സൈൻ ചെയ്തിട്ടൊരു ക്ലൈമറ്റ് വിസ അപ്രൂവൽ. ആ ക്ലൈമറ്റ് വിസ അപ്രൂവ് ചെയ്ത് കിട്ടിയാൽ അവിടുത്തെ സിറ്റിസൻസിന് ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേഷൻ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ 25 ഇയേഴ്സിൽ ആ കൺട്രി എൻ്റെ ആ നേഷൻ വൈപ്പ് ഔട്ടായി പോകും. സോ അവിടുത്തെ സിറ്റിസൻസിന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണമല്ലോ. സോ നിയർ ബൈ കൺട്രി ഓസ്ട്രേലിയയാണ്. സോ ആ ഒരു ട്രീറ്റി വെച്ച് ആ ഒരു ക്ലൈമറ്റ് വിസ അപ്ലൈ ചെയ്തിട്ട് അവിടുത്തെ മൈഗ്രൻസിന് ഓസ്ട്രേലിയൻ സിറ്റിസൻസ് ആവാനുള്ള ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഗവൺമെൻറ് എടുത്ത് വേറൊരു തീരുമാനം വെച്ചാൽ എൻ്റെ ഒരു കൺട്രീനെ അവർക്ക് അവരുടെ കൾച്ചറും അതേപോലെ അവർക്ക് അവരുടെ കൺട്രീസിനെയും പൂർണ്ണമായിട്ടും ഡിസപ്പിയർ ആവുന്നതിന് മുന്നേ അവരെ ഒരു മെറ്റാ കൺട്രി എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാം. ലൈക്ക് എല്ലാതും ഡിജിറ്റലാക്കാം. സോ അവരുടെ ഇപ്പോൾ എൻ്റെ 3D മാപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ലൈക്ക് ലാൻഡ്സ്കേപ്പ്, ബിൽഡിങ്സ്, എൻ്റെ സ്ട്രക്ചർ, എൻ്റെ കൺട്രീസിനെ അവർ 3D മാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദ കൺട്രീസ് വിൽ ബി നൗ ലൈക്ക് അവർക്കൊരു ആ കൺട്രി ഡിസപ്പിയർ ചെയ്ത് പോയാലും അവർക്ക് അതിൻ്റെ ഒരു മെറ്റാ വേർഷൻ വേണം. ലൈക്ക് ഒരു ഇൻ്റർനെറ്റ് വേർഷൻ അവർക്ക് വേണം. സോ അവരെല്ലാം ക്ലൗഡിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഡോക്യുമെൻറ്റ്സും എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കറിയാം. സോ ക്ലൈമറ്റ് ചേഞ്ച് എന്നാൽ ഒരു സീരിയസ് കൺസേൺ ആണ്. പക്ഷേ വലിയ രാജ്യങ്ങളായതുകൊണ്ട് പെട്ടെന്ന് ഇമ്പാക്റ്റ് വരാത്തതുകൊണ്ടൊന്നും അവർക്ക് ഇതിൻ്റെ അറ്റൻഷൻ അറിയുന്നില്ല. പക്ഷേ ഒരു 25 ഇയേഴ്സിൽ ആ തുവാലു എന്ന നേഷൻ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ചെയ്തു. ഇതിന് നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? മാക്സിമം നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെയുള്ള സമ്മിറ്റുകളും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഗ്ലോബൽ എമിഷൻ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് USA. സോ USA പോലത്തെ രാജ്യം ഇതുവരെ എഗെയിൻസ്റ്റ് ഫോർ ഗ്ലോബൽ ചേഞ്ചിനുള്ള ട്രീറ്റിക്ക് ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. ഒൺലി സൊല്യൂഷൻ ഫോർ ദിസ് entirely depend on the big countries like this China, Russia, Europe countries and USA, but they are doing nothing. നമ്മൾ ചോദിക്കും എന്തിനാണ് ഈ ഓസ്ട്രേലിയ പോലത്തെ ഒരു കൺട്രീനെ ഈ ചെറിയൊരു രാജ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പസഫിക് ഓഷ്യനിൽ ചൈനേൻ്റെ സ്വാധീനം തടയാൻ വേണ്ടിയിട്ടാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് നാഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ബിക്കോസ് after this they can entirely control the South Pacific Ocean, they can control the China take over on South Pacific Ocean. അതുകൊണ്ടാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിന് ഈ ട്രീറ്റിൽ ഇത്ര ഒരു താല്പര്യം. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയത്തിനൊക്കെ നമ്മൾ കൂടുതൽ റെസ്പോൺസ് കൊടുക്കുക, ലൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ലൈക്ക് ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ് ഇറ്റ്സ് എ സീരിയസ് ഇഷ്യൂ. നാസൻ്റെ ഒഫീഷ്യൽ ഡാറ്റ പ്രകാരം ഒരു 2030 2050 ഒക്കെ ആകുമ്പോഴത്തേക്കും ലൈക്ക് ഇവരുടെ സീ ലെവൽ ഏകദേശം 20 to 30 സെൻറ്റിമീറ്റർ വരെ റൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ സംഭവിക്കുകയെന്നുണ്ടെങ്കിൽ ദ എൻ്റയർ നേഷൻ വിൽ ബി വൈപ്പ് ഔട്ട്. സോ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഇൻഫ്രാസ്ട്രക്ചറും അതേപോലെ പ്ലാൻ ബി ഫുൾ സ്കെയിൽ മൈഗ്രേഷനൊക്കെ നോക്കുന്നത്. സോ ഈ ഒരു രീതിയിൽ ക്ലൈമറ്റ് ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ സ്മോൾ ഐലൻഡ് നേഷൻസ് ഒക്കെ ദേ ഹാവ് ടു ഫേസ് ദീസ് നാച്ചുറൽ കലാമിറ്റീസ് ദാറ്റ് വിൽ ബി ഹാപ്പനിങ് ഫ്രീക്വൻ്റ്ലി. ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.